ഭക്തരെ, സ്വന്തം കാര്യങ്ങൾക്കു മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്കു മാത്രം നിങ്ങളിലേക്ക് വരുന്ന, തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നിങ്ങളവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുകൂടിയാണ്. ഭക്തരെ, ഒരിക്കലും സ്വയം തോറ്റുകൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഭക്തരെ, ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കും. അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നിങ്ങൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. ഭക്തരെ, എല്ലാവരിൽ നിന്നും കിട്ടാത്ത ഒന്നാണ് പരിഗണന. അത് തരുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ചിലർ നൽകുന്ന പ്രതിഫലമാണ് അവഗണന. അവഗണിക്കുന്നവരുടെ പിന്നാലെ പോയി നിങ്ങൾ സ്വയം ചെറുതാകരുത്. ഭക്തരെ, നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നിങ്ങളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അവർക്ക് ഒരു അനാവശ്യമാണ്. ഭക്തരെ, തിരക്കുകൾ ഉണ്ടായേക്കാം. പക്ഷേ വേണ്ടപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും തിരക്കിലാവരുത്. കാരണം തിരക്കുകൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വേണ്ടപ്പെട്ടവരെയോ അവരുടെ സ്നേഹത്തെയോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ഭക്തരെ, ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഭക്തരെ, നിങ്ങളെ കുത്തിനോവിച്ച വാക്കുകൾക്ക് മുന്നിലും ചില നേരം മറുപടി മൗനമായത് ഉത്തരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, വിളക്കിച്ചേർക്കാൻ പറ്റാത്ത വിധം ബന്ധങ്ങളുടെ കണ്ണികൾ അറ്റുപോകരുത് എന്ന് കരുതി മാത്രമാണ്. ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം ഓർക്കുന്നതിനെ സ്നേഹം എന്ന് പറയാനാവില്ല, അതിനെ സ്വാർത്ഥത എന്നേ പറയാനാകൂ. ഭക്തരെ, ഒന്നുമില്ല എന്ന ഉത്തരത്തിൽ എത്രയാളുകളാണ് മനസ്സിലെ ഒരുപാട് ദുഃഖങ്ങൾ മറച്ചു പിടിക്കുന്നത്. ജീവിതം എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നിങ്ങളെ തേടി വരണമെന്നില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത പലതും നിങ്ങളെ തേടി വരും. ചിലത് നിങ്ങൾക്ക് സന്തോഷം നൽകും, എന്നാൽ ചിലത് ദുഃഖവും നൽകും. ഭക്തരെ, ആരും നിങ്ങളുടെ കണ്ണീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷേ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. ഭക്തരെ, വെള്ളമൊഴിച്ചു വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടിപ്പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തതൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രമാണ്. ഭക്തരെ, ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരാൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അത്രയും മനോഹരമായി ചേർന്നിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അവർക്ക് അത്ര സമയമൊന്നും വേണ്ടിവരില്ല. ഭക്തരെ, പുറകോട്ട് വലിക്കാൻ 1000 കൈകളുണ്ടാകും. എന്നാൽ മുന്നോട്ടു നീങ്ങാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.